ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഡിജിറ്റൽ വാച്ച് നമുക്കൊന്ന് അൺസ്ക്രൂ ചെയ്തേക്കും, അതായത് ടിയർ ഡൗൺ ചെയ്തേക്കാം. അപ്പോൾ മുഴുവനായി അയച്ച് അതിനകത്തിലെ കോമ്പണൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലെ കവർ ഒന്ന് റിമൂവ് ആയിട്ട് വരുന്നത് കാണാം. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്ക്രൂ ഉണ്ട്, അതൊന്ന് അൺസ്ക്രൂ ചെയ്യുക. ഇപ്പോൾ ബാറ്ററി മാറേണ്ട സാഹചര്യത്തിൽ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മളങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഈ വാച്ച് അൺസ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ വാച്ച് അൺസ്ക്രൂ ചെയ്യുന്നതിന് പൊതുവെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വാച്ച് അൺസ്ക്രൂ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആ സൈഡ് ഭാഗത്തുള്ള അതിൻ്റെ കവർ റിമൂവ് ചെയ്തു. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് വാച്ചിൻ്റെ ഉള്ളിലെ സ്ക്രൂ അയക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ 4 സ്ക്രൂ അൺസ്ക്രൂ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ വാച്ചിൻ്റെ ബാക്ക് കവർ ഞാൻ ഇവിടെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത് അൺസ്ക്രൂ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു വാഷർ കാണാം, അത് നമ്മൾ കളയാതെ സൂക്ഷിക്കണം. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കതിൻ്റെ മെയിൻ ബോഡിയിലെ അതിൻ്റെ കവർ നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് ചെറിയ സ്ക്രൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ വാച്ചിനുള്ളിൽ ബോഡി മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഈ അനലോഗ് ടൈമറിൻ്റെ ഈ സൂചി നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ അത് ഒരുപാട് വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കട്ടർ വയർ ഉപയോഗിച്ച് വലിച്ചു. അപ്പോൾ ഇത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ വാച്ചിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ അനലോഗ് ടൈമർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അതിൻ്റെ മെക്കാനിസമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാറ്ററീസ് ആണ് ഉള്ളത്. അപ്പോൾ ഡിജിറ്റലിന് സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ അനലോഗിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഡിജിറ്റലിന് ഇവിടെ വലിയ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് 3 വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഇതാണ് ഡിജിറ്റലിൻ്റെ ബാറ്ററി. അപ്പോൾ വളരെ വലിയ ബാറ്ററിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അനലോഗ് നിന്ന് പോയാൽ അനലോഗിൻ്റെ ബാറ്ററി ചെറിയ ബാറ്ററിയാണ്, അത് നമുക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ ഡിജിറ്റലിൻ്റെ ബാറ്ററി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്നതാണ്. ഇത് നമ്മൾ മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡിജിറ്റൽ ബോർഡിലെ കോമ്പണൻസ് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ക്രിസ്റ്റലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ SMD ഇൻഡക്ടർ നമുക്ക് കാണാൻ കഴിയും, 2 ഇൻഡക്ടർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രിസ്റ്റൽ. അപ്പോൾ അതിൻ്റെ മറുവശം നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ IC ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ SMD ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ SMD റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, അതുപോലെ തന്നെ ഡയോഡൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സർക്യൂട്ട് തന്നെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായി ലോ ക്വാളിറ്റി അല്ല, അത്യാവശ്യം മീഡിയം ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് സ്കെമി വാച്ച്. അപ്പോൾ ഈ വാച്ച് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു കാർബൺ പീസാണ് ഇപ്പം കാണിച്ചത്. അത് നമ്മുടെ ഡിസ്പ്ലേ ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നും കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 2 ഭാഗത്തായിട്ടാണ് ഈ കാർബൺ പീസ് ഉണ്ടാവുക. അപ്പോൾ വാച്ച് റിമൂവ് ചെയ്താൽ നമ്മളിത് ശരിയായ രീതിയിൽ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കുള്ളൊരു ഡിസ്പ്ലേ സ്ട്രിപ്പ് കാണാം. അപ്പോൾ റോസ് കളറിലെ ഡിസ്പ്ലേ സ്ട്രിപ്പ്, അത് തട്ടുന്ന ഭാഗമൊക്കെ നമുക്ക് ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ലൈറ്റിന് വേണ്ടിയിട്ട് ഈ കാർബൺ പീസാണ് യൂസ് ചെയ്യുന്നത്. അത് 2 സൈഡിലായിട്ട് നമ്മൾ വെക്കേണ്ടത്, ഇവിടെ ആയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ബോർഡ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ കണക്ട് ചെയ്യുന്ന തട്ടുന്ന ഭാഗം നമ്മൾ കാണാൻ കഴിയും. ആ രീതിയിൽ വെച്ചാൽ മാത്രമേ നമ്മളെ ലൈറ്റ് കത്തുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കി നമ്മൾ റിമൂവ് ചെയ്ത് തിരിച്ച് വെക്കുമ്പോൾ ആ രീതിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഡിജിറ്റൽ ബോർഡ് തിരികെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ തന്നെ അത് വെക്കുക. അപ്പോൾ തലതിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിയായ രീതിയിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ചെറിയ സ്ക്രൂ ആണ് അതിന് ഉള്ളത്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മളത് അതിൻ്റെ ബോഡിയൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബാറ്ററി ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ വാച്ച് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വാച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ബാറ്ററി ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തത് ശരിയായ രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്തു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതിന് ലൈറ്റ് കത്തിച്ചു നോക്കാം. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷനൊക്കെ ഓക്കെയാണ്. അടുത്തായിട്ട് ഞാനിവിടെ അതിൻ്റെ മോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്, മോഡ് ചേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെയാണ്, ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് ബട്ടൺ ടെസ്റ്റ് ചെയ്യുകയാണ്, സ്റ്റോപ്പ് വാച്ച് എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാഷർ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷർ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ തന്നെ ആ ഹോളിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് കവർ നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാച്ചിൻ്റെ ബാക്ക് കവർ നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് അതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യേണ്ട ഒരു കവറുണ്ട്, അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് വാച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ വാച്ച് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ റീഫിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ടിയർ ഡൗൺ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നശിപ്പിച്ച് കളയുന്ന കാണാറ്. അപ്പോൾ ശരിയായുള്ള ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് റീഫിറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.